ഹായ് ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗെയ്സ്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ നിന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പേര് പറഞ്ഞതാണ് ഗെയ്സ് ബാക്കിയെല്ലാം റെഡിയായി ബ്രോ, തറയും കൂടെ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹാളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടനാഴിയും ഉമ്മ സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തത് എൻ്റെ റൂമാണ്, അതായിരുന്നു കൊത്തുന്നുണ്ട്. ചെയ് ഞാനുണ്ട് കേട്ടോ, നിങ്ങൾ ഇതാണെന്ന് വിചാരിക്കരുത്. ഇനി പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയൊരു പെയിൻറ്റും കൂടെ അടിക്കുമ്പോഴത്തേക്ക് ഏകദേശം റെഡിയാവും, എല്ലാം സെറ്റാവും. ഉമ്മ ഇവിടെ ഇരുന്ന് നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട്. ഇതപ്പോൾ നമുക്ക് എന്തായാലും ഉമ്മയെ സഹായിക്കാം. അങ്ങനെ ഇതാ ഉമ്മ ഇതാ ഇവിടെ ഫുൾ അടിച്ച് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടാ. ഉമ്മ വിഷയം പെയിന്റർ തന്നെ കേട്ടാ, ഓൾ ഇൻ റോൾ. ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ചെലവന്മാരെ എടുക്കണം ഇവിടെ. കുളിച്ചാ? എന്നിട്ട് കുളിച്ചിട്ട് നീ അതേ ഡ്രസ് തന്നെ ഇട്ടുണ്ടോന്നല്ല? ഓ, ഇവിടെ കയറി പോണ ഇടിച്ചു കയറി നമ്മളെ വീടാ? എന്താ നിന്റെ വീട് ഞാൻ അതിക്രമിച്ച് കയറി, നിന്റെ വീട്ടിൽ ഞാൻ അതിക്രമിച്ച് കയറി. ശിവനെ അങ്ങ് കൊല്ലട്ടാ. ഞാൻ ഒന്നും ചെയ്തില്ല, അവനാണ് എന്റെ കൈ പിടിച്ച് വെച്ചേക്കണം. അപ്പൊ നമ്മുടെ ഇങ്ങോട്ട് വാ, കുറച്ച് പണിയുണ്ട്. വെറുതെ ആണ് നിന്നെ വിളിച്ചത്. എന്നാ ഇതെടുത്ത് ചുവന്നങ്ങോട്ട് പോയി. അപ്പൊ നമ്മള് ചെറിയൊരു ഗിവ് അവേ പോലെ നടത്തുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ ഫേസ്ബുക്ക് പേജ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ 900 സംതിങ് ഫോളോവേഴ്സേ ഉള്ളൂ. 1000 ഇങ്ങോട്ട് മുട്ടുന്നേ ഉള്ളൂ. ഫേസ്ബുക്കിലത്തേക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പിന്നിപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫേസ്ബുക്ക് കൂടെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും ഈ സാധനം എന്താണെന്ന് നോക്കാം. പൊട്ടീരങ്ങോട്ട് അപ്പം ഇതാണ് നമ്മുടെ ടോയ് കേട്ടാ. നമ്മുടെ ടോയ് പീഡിയ തുടങ്ങിയ സമയത്ത് മേടിച്ചതാണ്. അപ്പൊ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം, പിന്നെ അത് നോക്കിയില്ല. പിന്നെ ഈ സ്റ്റോർ തുടങ്ങിയപ്പോൾ ഫുൾ അതിന്റെ പുറകെ ആയി പോയി. ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും നമ്മളൊരു ഗിവ് അവേ പോസ്റ്റ് ഇടുന്നതായിരിക്കും. ആ ഒരു പോസ്റ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കും. നമ്മളെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഈ സ്റ്റോർ ഫേസ്ബുക്ക് പേജ് ഇതൊന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. അപ്പൊ എന്തായാലും ഒരു ഗിവ് അവേ വരുന്നുണ്ട്. ഇത് എന്തായാലും പറക്കി അടുക്കി വെച്ചിട്ട് ഗിവ് അവേ വീഡിയോ എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മള് 8 ഉഴുന്ന് വടയും കൂടെ മേടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നിർബന്ധം കാരണം. അതെ, എന്റെ നിർബന്ധം കാരണം. അതുകൊണ്ട് ഞാൻ മാത്രമേ തിന്നത്തുള്ളൂ. അപ്പൊ 8 ഉഴുന്ന് വട മേടിച്ച് കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഇനി വിട്ടോട്ട് പോവാണ്. ഉമ്മയെ കൊണ്ട് കട്ടൻ ചായ ഇടിപ്പിച്ചിട്ട് കുടിക്കാം. വടയും ചായ എടുത്ത് ചായ സത്യം പറഞ്ഞ ഈടാ ഇന്റടാ തക്കുടു അവന്റെ കൂടെ വേടിയിട്ടാ. അയ്യേ, അത് മോശമായി പോയി. എന്നാടാ ഉമ്മാര് എടുത്ത് തിന്നത്തും ഇല്ല. എടുത്തിണ്ടാ അതോട്ട് കയറി നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ട് എത്തി. നമുക്ക് ചായ കൂട്ടിട്ട് വരാം. പോരാഞ്ഞിട്ട് ഇതാ ഉമ്മയുടെ ബിസ്ക്കറ്റ്, കേക്ക്. അയ്യോ, നമ്മുടെ വെറുഞ്ചായ അവിടെ ഇരുന്നു, അവിടെ ഇരിക്കണം. ഓ ശരി ബ്രോ, നമുക്ക് സ്നേഹമില്ല ബ്രോ. കിടക്കാൻ പറഞ്ഞപ്പോ തെങ്ങി കേറിയിട്ട് ചക്ക ഇല്ലെന്ന്. ഏതാ ചക്കതോ അവിടെയാണ് ഇരിക്കുന്നത് കേട്ടാ. ചക്ക വെച്ച് കൊടുക്കാന്ന് പറഞ്ഞപ്പോ കേറി പോണതോ. ചക്ക വെച്ചത് മുളകും. ഇത് കാന്താരി അല്ലമ്മ, ഇത് കാന്താരിയാണോ? അപ്പൊ കാന്താരിയൊക്കെ പറിച്ച് നമ്മൾ ക്ലബിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഏകദേശം ചക്കയും മുളകും ലെവൽ അങ്ങ് മേലെത്തി കേട്ടോ. പിച്ചാതി എടുക്കാൻ പറഞ്ഞു ഇന്ന് മേലെ ചെന്നിട്ട്. ഇല്ല എടുത്ത് ഫൺ ഞാനല്ല അടിച്ചത്, ഇവിടെയാണ് അടിച്ചത്. ഓ ചാടിവാ. അപ്പൊ ഓണമൊക്കെ ആവാറായി. ഓണം ആവുന്നത് പ്രമാണിച്ച് നമ്മളൊരു ചെറിയൊരു സാധനം മേടിക്കാനായിട്ട് നിൽക്കുവാണ്. അപ്പൊ ഞാനുണ്ട്, ഇതാ ഉമ്മ ഇവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. വാപ്പതും ആട്ടോയ്ക്കകത്തുണ്ട്. ആട്ടോയ്ക്ക് എടുത്തോണ്ടാണ് പോണത്. എന്റെ റൂമിൽ ഒരു വലിയൊരു അലമാര ഉണ്ടായിരുന്നു. ആ അലമാര എന്റെ റൂമിലാണ് ഇരുന്നതെങ്കിലും അത് എന്റെ അലമാരയൊന്നും അല്ല ഇരുന്നത്. അതിനകത്ത് നിറയെ ഉമ്മാടെ സാധനങ്ങളായിരുന്നു. ഇങ്ങോട്ട് വാ ഗേസ്. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. ഇത് നിങ്ങൾ കണ്ടു കാണും. പക്ഷെ ഇവിടെ ഒരു അലമാര ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഇവിടെ ഒരു അലമാരയും ചെറിയൊരു ടേബിളും സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയുണ്ട്. അപ്പൊ ഉമ്മ എനിക്ക് അലമാരയും ടേബിളും മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആൾറെഡി ഞാൻ ഉമ്മയുടെ ഗോൾഡ് പണയം വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് പൈസയും കൂടെ കൂട്ടി വെച്ചിട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. ചുമ്മാ കേസ് അല്ല. എന്നിട്ട് നമ്മുടെ ചെറിയൊരു അലമാര മേടിക്കാനുള്ള പ്ലാൻ ഉണ്ട്. തുണിയും കാര്യങ്ങളൊക്കെ വെക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കമ്പി പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിനാണ് ഞാൻ തുണിയും കാര്യങ്ങളൊക്കെ വെച്ചോണ്ടിരുന്നത്. ഇപ്പൊ ആ കമ്പി എടുത്ത് കളഞ്ഞതിന് ശേഷം ഇപ്പൊ തുണിയും കാര്യങ്ങളൊന്നും വെക്കാനുള്ള സ്ഥലമില്ല. അപ്പൊ നമ്മളൊരു അലമാര, ചെറിയൊരു അലമാര, വലിയ അലമാര കേറത്തില്ല. കഴിഞ്ഞതിന് നമ്മൾ ഇവിടുന്ന് അലമാര കട്ട് ചെയ്താണ് അല്ലേമ്മ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോയത്. അതുകൊണ്ട് വലിയ അലമാര നമുക്ക് ഇവിടെ വെക്കാൻ പറ്റൂല. കുഞ്ഞ് അലമാര മേടിച്ച് ഇവിടെ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ അലമാര നോക്കാനായിട്ട് പോവാണ്. ഞാനും ഉമ്മയും വാപ്പയും കൂടെ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് പോയി അലമാരയൊക്കെ നോക്കിട്ട് വരാം. നമ്മള് വാപ്പ ഒരു ആട്ടോയിലാണ് പോണത് അല്ലേ വാപ്പ? അതെ കേസ്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. കേസ് അങ്ങനെ നമ്മള് അലമാര നോക്കാനായിട്ട് വന്ന് കുറേ സ്ഥലത്ത് കറങ്ങിയതാ. കുറേ സ്ഥലത്ത് കറങ്ങി. പ്രമോഷന് ഭാഗമൊന്നുമല്ല, അല്ലാതെ തന്നെ ഒരുപാട് സ്ഥലത്ത് കറങ്ങി. കിളിമാനൂര്, കാരേറ്റ്, വെഞ്ഞാറമൂട്, അങ്ങനെ എല്ലാ സ്ഥലവും നോക്കിയിട്ട്
നമുക്ക് നമ്മുടെ റൂം ചെറിയ റൂമായതുകൊണ്ട് അതിനകത്ത് എല്ലാ അലമാരയും ചേരത്തില്ല. 5 അടി ആ ഒരു സൈസിലുള്ള അലമാരയൊക്കെ ചേരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു അലമാര നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ അവർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും സാധനം ബുക്ക് ചെയ്ത് പൈസയൊക്കെ അടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോവാം. ഒരു ടേബിളും ഒരു അലമാര, ചെറിയ അലമാരയാണ്, 2 ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളെ നമ്മുടെ വീട്ടിലെ അലമാര വരും. റോയൽ ഫർണിച്ചർ നമ്മുടെ അമ്പലമുക്ക് അത് നമ്മളിവിടെ നിന്നാണ് എടുത്തത്. നമ്മൾ ആട്ടോയിലാണ് വന്നത്. തിരിച്ച് കൊണ്ടുപോകാനാണെങ്കിൽ ആട്ടോയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആട്ടോയിൽ കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആട്ടോയിൽ കൊണ്ടുപോയേനെ. ആട്ടോയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ അവർ കൊണ്ടുവരും, ഡെലിവറി. അപ്പോൾ കാണാം. അങ്ങനെ നമ്മളെല്ലാം ക്ലബ്ബിൽ നിൽക്കുമായിരുന്നു. നമുക്ക് കുറച്ച് ഇതിന്റെ പേരെന്താ, ഡ്രാഗൺ ഫ്രൂട്ട് റംബൂട്ടാൻ. കോമഡി എല്ലാവരും ചിരിച്ചേ. അതെ യെസ്. അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ വരുന്നുണ്ട്, നിങ്ങളെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീട്ടിലോട്ട് പോകാം. മിക്കവാറും അവർ വരാറായി കാണും. ഫുള്ള് കോമഡിയാണല്ലോ തക്കൂടെ. എന്തിനാണ് റിജാസയും കൊണ്ടുവന്നേ, റംബൂട്ടാൻ കൊണ്ടുവന്നേ, ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. ഈ റംബൂട്ടാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് തമ്മിൽ മാറിപ്പോകും കേസ്. അങ്ങനെ വാപ്പ വന്നിട്ടുണ്ട്. അതാ വരുന്നത് കേട്ടോ, സാധനം ഇതാ വരുന്നുണ്ട്. റോയൽ കേസ്. ഇതെല്ലാം നമ്മുടെ അല്ല കേട്ടോ, ഇതൊന്നും നമ്മുടെ അല്ല, എല്ലാം നമ്മുടെ അല്ല. അല്ലല്ല എല്ലാം നമ്മുടെ അല്ല. അപ്പോൾ ഗൈസ് ആ പണിയെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പണിയെടുക്കാതെ പണിയെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ജീവിതത്തിൽ ആദ്യമായി വിയർക്കാൻ പോവുകയാണ്. ഇതാണ് അലമാര ഏട്ടാ, ചെറിയ അലമാര ഇതിനകത്ത് കയറുള്ളൂ. അപ്പം നമ്മൾ ചെറിയൊരു അലമാര എടുത്ത് അങ്ങനെ നമ്മുടെ അലമാര അതുപോലെ ടേബിളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഏകദേശം ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കളറിന് മാച്ച് ആയിട്ടുള്ള ചെറിയൊരു അലമാരയും അതുപോലെ ടേബിളുമാണ്. ഈ ഒരു വാതില് ചെറുതായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വലിയ അലമാരയൊന്നും കയറ്റാൻ പറ്റൂല. നമ്മുടെ പഴയ അലമാര, ഇവിടെ ഇരുന്ന അലമാര തന്നെ നമ്മൾ കട്ട് ചെയ്താണ് പുറത്തോട്ട് ഇറക്കിയത്. കാര്യം പണ്ട് നമ്മൾ മേലിക്കൂടെയാണ് അലമാര ഇവിടെ ഇറക്കി, ഈ റൂമിൽ ഇറക്കിയത്. ഇപ്പം മേളിൽ പൊളിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ചെറിയ അലമാര പറ്റുള്ളൂ. എനിക്ക് ചെറിയ അലമാരയുടെ ആവശ്യമുള്ളൂ. കാര്യം അത്യാവശ്യം വേണ്ട ചെറിയ സാധനങ്ങൾ മാത്രം വെച്ചാൽ മതി. അത്യാവശ്യം കുറച്ച് ഉടുപ്പും ചെറിയ സ്റ്റോറേജിന്റെ ആവശ്യം എനിക്കും ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ഇതിന്റെ ആവശ്യമേ അപ്പോൾ എന്തായാലും നമ്മൾ ഇത് മേടിച്ചിട്ടുണ്ട്. ഈ ടേബിൾ എന്തിനായിരിക്കും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെയായിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും കേസ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച വ്ലോഗായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ കേസ്, ലവ് യു ഓൾ, ടാറ്റാ.